അടക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ 19ാമത് ശ്രീമദ് ഭാഗവത് സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന് മുന്നോടിയായി നടന്ന വിഗ്രഹ വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം SNDP യോഗം മണനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു. ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് മുന്നോടിയായി വിഗ്രഹ വിളംബര ഘോഷയാത്ര സുൽത്താൻകട കാണിക്ക മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചു. ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ ഭദ്രദീപം തെളിച്ച് ആത്മീയ പ്രഭാഷണത്തിന് ശേഷം പുറപ്പെട്ട ഘോഷയാത്ര അണക്കര ടൗൺ ഗുരുദേവ സരസ്വതി ക്ഷേത്രം 7-ാം മൈൽ വഴി ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികളെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ഘോഷയാത്ര സമർപ്പണത്തിന് ശേഷം യജ്ഞശാലയിൽ ക്ഷേത്രം പ്രസിഡന്റ് TR ഗോപാലകൃഷ്ണൻ നായർ, യജ്ഞാചാര്യൻ ചെറുവള്ളിൽ ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. തുടർന്ന് മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ, ഗോപാലകൃഷ്ണ റാവു എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഒരു ക്ഷേത്രം എന്നാൽ എന്തെന്നുള്ള തിരിച്ചറിവ് നേടുക, ശരിയായ ഈശ്വര വിശ്വാസത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാവുക, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മെ ബാധിക്കാതിരിക്കുക, ഈശ്വര സങ്കല്പം, അതിന്റെ സത്യമെന്ത്, അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് വ്യക്തമായി ബോധ്യമില്ലാതെ പോകുന്ന ഒരു വിശ്വാസ സമൂഹമാണ്. മംഗള എസ്റ്റേറ്റ് ഉടമ രാമകൃഷ്ണ റാവു ഭാഗവത സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തിമാരായ നിതിൻ നമ്പൂതിരി, വിശാഖ് ശിവൻ എന്നിവർ വിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചു. യജ്ഞാചാര്യൻ ചെറുവള്ളിയിലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് TR ഗോപാലകൃഷ്ണൻ നായർ, രക്ഷാധികാരി ശിവരാമൻ ചെട്ടിയാർ, സെക്രട്ടറി TK രഘുനാഥപിള്ള, TD ഷനോജ്, TC മനോജ്, അജി കീഴുവാറ്റ്, അരവിന്ദാക്ഷൻ ചെട്ടിയാർ, സന്ധ്യ അനിൽ തുടങ്ങിയവർ സപ്താഹ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നു. ഭാഗവത സപ്താഹയജ്ഞം 24-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, അണക്കര.